നീണ്ട യാത്രയ്ക്കൊടുവിലാണ് മൈസൂർ പോകാമെന്ന് തീരുമാനിച്ചത്. ലക്ഷ്യം മൈസൂർ സൂ കാണുക എന്നതാണ്. കൂടെ പറ്റിയാൽ ജഗമോഹൻ പാലസും കൂടെ കാണണം. ബന്ദിപ്പൂരിൽ നിന്ന് നേരെ പോയത് സൂവിലേക്കാണ്. അനവധി തവണ ഇവിടെ പോയിട്ടുണ്ട്. എങ്കിലും ഈ ജീവികളെ ഒരുമിച്ചൊന്ന് കാണണമെങ്കിൽ ഇതേ ഉള്ളൂ മാർഗം. കൂടെ മകനെയും വീണ്ടും ഇതൊന്ന് കാണിച്ചേക്കാമെന്ന ചിന്തയും ഉണ്ടായി. അനിയൻ ലിജോ ഇതുവരെ ഇവിടെ വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ മൈസൂരിന് പൊയ്ക്കളയാമെന്ന് തീരുമാനിച്ചത്. മുന്നിൽ കടുവകൾ 2 ഉള്ളത്. ഭക്ഷണം കഴിച്ചുള്ള കിടപ്പാണ്. തിരിഞ്ഞും മറിഞ്ഞും കിടന്ന ജീവിതം തീർക്കുന്നു. ഈ ചെറിയ സ്ഥലത്ത് കിടക്കുന്ന ഈ ജീവി എത്ര കിലോമീറ്റർ തൻ്റെ അധീനയിൽ അടക്കി വാഴുന്ന കാടിൻ്റെ രാജാവാണെന്ന് മനസ്സിലാക്കണം. അവനാണ് ഈ ചെറിയ സ്ഥലത്ത് ഒതുങ്ങിക്കഴിയേണ്ടി വരുന്നത്. കാട്ടിൽ വേട്ടയാടി മൃഗങ്ങളെ ഭക്ഷിച്ചു കഴിക്കുന്നവൻ മനുഷ്യന്റെ കാരുണ്യത്തിനായി കാത്തിരിക്കേണ്ടി വരുന്നു. മൃഗശാലകളും കാടും തമ്മിലുള്ള പ്രധാന വ്യത്യാസവും അതുതന്നെയാണ്. അസുഖം വന്നാൽ മൃഗശാലയിൽ ചികിത്സിക്കാൻ ആളുകളെത്തും. കാട്ടിൽ വസിക്കുന്ന ജീവികളിൽ ചികിത്സ പ്രകൃതിയിൽ തന്നെ ഉണ്ടാവുകയും ചെയ്യും. ഈ കടുവകളെ പുറത്തുമ്പോൾ മുന്നിലുള്ള ചെടികൾ ക്യാമറയ്ക്ക് തടസ്സമായി നിൽക്കുന്നുമുണ്ട്. പക്ഷി മൃഗ ഉരഗാദികളുടെ വലിയൊരു കലവറ തന്നെയാണ് ഇവിടം. അവധി സമയങ്ങളിൽ ഇതുപോലുള്ള കാഴ്ചകൾ ഒരുമിച്ച് കാണുവാൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ സംവിധാനമാണ് മൈസൂർ സൂവിലുള്ളത്. കടുവയും സിംഹവും പുള്ളിപ്പുലികളും ആനകളും കരടികളും കാട്ടുപോത്തും കുറുക്കനും കാട്ടുകോഴിയും ഹൈനയും ചിമ്പാൻസിയും ഒറാമുട്ടനും ആഫ്രിക്കൻ ആനയും നീലഗിരി മാർട്ടിനും മ്ലാവും മാനും മയിലും കൃഷ്ണമൃഗവും ഹിപ്പോപ്പൊട്ടാമസും കാണ്ടാമൃഗവും വിവിധയിനം പക്ഷികളും പാമ്പുകളും എല്ലാമായി മൈസൂർ സൂ തലയെടുത്ത് നിൽക്കുമ്പോൾ ആ കാഴ്ചകൾ മുഴുവനായി കാണുവാൻ ശ്രമിക്കുക. MD എന്നും പ്രകൃതിയും അതിലധിവസിക്കുന്ന ജീവജാലങ്ങൾക്കും പുറകെയാണ്. കൂട്ടിലടിച്ച ജീവിതങ്ങളോട് താല്പര്യമില്ല എങ്കിലും ലോകത്തെ അത് കാണുവാനും കാണിക്കുവാനും പഠിക്കുവാനും രാജ്യത്തിൻ്റെ സംവിധാനങ്ങളൊന്നായ സൂ സംവിധാനങ്ങളോട് എതിർപ്പുകളില്ല എന്നുള്ള കാര്യം അറിയിക്കട്ടെ. എങ്കിലും കൂട്ടിലടിച്ച ജീവിതങ്ങളെ കാണുമ്പോൾ വിഷമം തോന്നാറുമുണ്ട്. കുട്ടികൾ ഉൾപ്പെടെ ഈ കാഴ്ചയിലേക്ക് എത്തുമ്പോൾ അവരെ ഈ ജീവികളുടെ ആവാസ വ്യവസ്ഥയിൽ ഇവയെ കാണിക്കുവാനുള്ള ശ്രമങ്ങൾ സ്കൂളിൽ നിന്ന് തന്നെ തുടങ്ങണമെന്നുള്ള ആഗ്രഹം അറിയിക്കാതെയും തരമില്ല. കാരണം ഇവയെക്കുറിച്ചും അവയെ അധിവസിക്കുന്ന പ്രകൃതിയെക്കുറിച്ചും കുഞ്ഞുങ്ങളിൽ ചെറുപ്പം മുതൽ അറിവുകൾ ഉണ്ടാകേണ്ടത് അത്യാവശ്യവുമാണ്. ആയിക്കോട്ടെ ആയിക്കോട്ടെ ഓക്കെ ഓക്കെ മയില് നിൽക്കുന്നു.
ചീറ്റയാണ് മുൻപിലുള്ളത്. നല്ല ആരോഗ്യം തോന്നിച്ച് കിടിലനൊന്ന്. അവനങ്ങനെ റോന്തു ചുറ്റുകയാണ്. കിടന്നുറങ്ങുവാനൊന്നും ടൈമില്ല. ശരവേഗത്തിൽ പായുന്ന ഇവൻ കൂട്ടിൽ ആയിട്ട് പോലും അടങ്ങി എവിടെയും കിടക്കാതെ കറങ്ങി നടക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവനിൽ നല്ല ചുറുചുറുക്കുമുണ്ട്. ഭയങ്കര പവർഫുൾ സാധനല്ലേ. ഇല്ല, ചീറ്റ കയറുമോ മരത്തെ? ഇല്ല. കാലുകൾ നീട്ടിവെച്ച് അപ്പുറത്തുള്ള ജീവിലെ കണ്ടുകൊണ്ട് തൻ്റെ കൂടിന് ചുറ്റും അളന്നുള്ള നടപ്പാണ്. ഇടയ്ക്ക് മോം വെട്ടിച്ച് നമ്മളെ നോക്കുന്നതും കണ്ടു. നീണ്ട വാലുകളും നീളമുള്ള കാലുകളും ശരീരവുമെല്ലാം അവൻ്റെ കരുത്തെടുത്തു കാണിക്കുന്നു. മൈസൂർ എന്ന സ്ഥലവുമായി ചേർന്ന് നിൽക്കുന്ന നിരവധി കാര്യങ്ങളുണ്ട്. മൈസൂർ പാർക്ക്, മൈസൂർ സാൻഡൽ, മൈസൂർ പാലസ്, മൈസൂർ സൂ, അങ്ങനെ ലിസ്റ്റുകൾ നീളുകയാണ്. കാഴ്ചകൾ കാണാൻ മൈസൂരിലെത്തുന്ന സഞ്ചാരികൾ തിരിയുന്ന പ്രധാന സ്ഥലങ്ങളിൽ ഒന്ന് തന്നെയാണ് മൈസൂർ പാലസ്, മൈസൂർ മൃഗശാലയും. മൈസൂർ രാജാവായിരുന്ന ശ്രീ ചാമരാജ വടിയാറിന്റെ സമ്മർ പാലസ് ആയിരുന്നു ഈ മൃഗശാല. 1992 ഈ മൃഗശാല പാലസ് സൂ എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങിയത്. പിന്നീടാണ് അത് മൃഗശാലയാക്കി മാറ്റിയത്. അതിനുശേഷം ശ്രീ ചാമരാജേന്ദ്ര സുവോളജിക്കൽ ഗാർഡൻ എന്ന പേരും വന്നു. മൈസൂറിൻ്റെ ശില്പിയും ബാംഗ്ലൂർ ലാൽബാഗ് ബോട്ടണിക്കൽ ഗാർഡന്റെ ശില്പിയും ഒന്നു തന്നെയായിരുന്നു. ജർമ്മൻ ബോട്ടണിസ്റ്റായ ഗുസ്റ്റാവ് ഹെർമൻ കൊംബ്രീഗൽ ആയിരുന്നു അത്. ഏകദേശം 30 വർഷത്തെ പഴക്കമുണ്ട് മൈസൂർ സൂവിന്. ആദ്യഘട്ടത്തിൽ 10 ഏക്കർ സ്ഥലത്തായിരുന്നു മൈസൂർ സൂ സ്ഥിതി ചെയ്യുന്നത്. പിന്നീട് അത് 45 ഏക്കറിലേക്ക് വികസിപ്പിക്കുകയായിരുന്നു. മൃഗശാല സന്ദർശിക്കുവാൻ എത്തുന്നവർക്ക് കാരഞ്ചി തടാകത്തിന്റെ സൗന്ദര്യം ആസ്വദിക്കുവാനും കാരഞ്ചി തടാകത്തിന്റെ കരയിലെ ഒരു ബട്ടർഫ്ലൈ പാർക്ക് സന്ദർശിക്കുവാനും അവസരമുണ്ട്. നിരവധി പരീക്ഷണങ്ങൾക്ക് സാക്ഷിയായ സ്ഥലം കൂടിയാണ് ഈ മൃഗശാല. മൈസൂർ രാജാക്കന്മാർ വിദേശ രാജ്യങ്ങൾ സന്ദർശിച്ചാണ് ജിറാഫിനെയും സീബ്രയും ഒക്കെ ഇവിടെ കൊണ്ടുവന്നത്. കങ്കാരുവിനെ വരെ ഇവിടെ കൊണ്ടുവന്ന് വളർത്തുവാൻ ശ്രമം നടത്തിയിരുന്നു.
നോക്കിയുണ്ടോ എൻ്റെ സൗണ്ട് കേട്ടത്? രാജ്യത്തെ മികച്ച മൂന്നാമത്തെ മൃഗശാലയായി മൈസൂരിലെ മൃഗശാല തിരഞ്ഞെടുക്കപ്പെട്ടു. കേന്ദ്ര മൃഗശാല അതോറിറ്റി പുറത്തുവിട്ട മികച്ച മൃഗശാലകളുടെ പട്ടികയിലാണ് മൈസൂർ സൂ ഇന്നുള്ളത്. മലയാളികൾ ഉൾപ്പെടെ പ്രതിവർഷം ലക്ഷക്കണക്കിന് സന്ദർശകർ എത്തുന്നൊരിടമാണ് മൈസൂർ സൂ. നഗരമധ്യത്തിൽ 157 ഏക്കറിലാണ് മൃഗശാല സ്ഥിതി ചെയ്യുന്നത്. നിലവിൽ മൈസൂരിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നായ മൃഗശാലയിൽ 1400-ലധികം മൃഗങ്ങളാണ് ഉള്ളത്. കൂടാതെ 152 ഇനം പക്ഷികളുമുണ്ട്. വിദേശ രാജ്യങ്ങളിൽ നിന്ന് പോലും ജീവികളെ ഇവിടെ എത്തിക്കാറുണ്ട്. അഞ്ച് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് പ്രവേശനം സൗജന്യമാണ്. മൃഗശാലയിൽ കാരഞ്ചി തടാകം ഒരുമിച്ച് സന്ദർശിക്കാൻ താല്പര്യമുള്ളവർക്ക് അതിനുള്ള അവസരവും ഒരുക്കിയിട്ടുണ്ട്. മികച്ച മൃഗശാലകളുടെ പട്ടികയിൽ 80% മാർക്കാണ് മൈസൂർ സൂവിന് ലഭിച്ചത്. ആഫ്രിക്കൻ ആന മുൻപ് പോയപ്പോൾ 4-5 എണ്ണം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒന്നായി ചുരുങ്ങിയിരിക്കുന്നു. അടുത്തിടയിൽ ഇവന്റെ കൊമ്പുകൾ മുറിച്ചു എന്ന് മനസ്സിലാക്കുന്നു. പുല്ല് നിന്നുള്ള നിൽപ്പാണ്. കൊമ്പും ശരീരവും ചെവിയും എല്ലാം കൊണ്ടും ഇന്ത്യൻ ആനകളിൽ നിന്ന് ആഫ്രിക്കൻ ആനകളെ വ്യത്യസ്തമാക്കുന്നു. ഇവിടുത്തെ കാലാവസ്ഥയും ഭക്ഷണവുമായി ഇവൻ മാത്രമാണ് ഇണങ്ങിയിട്ടുള്ളത്. അവൻ്റെ കാഴ്ചകൾ അവൻ്റെ ആവാസ വ്യവസ്ഥയിൽ പോയി കാണുക എന്നത് ഏതൊരു കാട് സഞ്ചാരിയുടെയും ആഗ്രഹം തന്നെയാണ്. അവയുടെ കൂട്ടത്തിൻ്റെ ആ ഭീകരത അവൻ്റെ ആവാസ വ്യവസ്ഥയിൽ കാണുക എന്നുള്ളത് മനോഹരമായ കാഴ്ച തന്നെയാണ്. കാഴ്ചകളിൽ പലതും കടന്നു പോകുന്നു. കഴുത്തുകൾ നീട്ടി നിൽക്കുന്ന നീളം ജീവിയാണ് അവസാന കാഴ്ച. പാമ്പുകളെ ഞാൻ പൂർണ്ണമായി ഒഴിവാക്കി എന്നുള്ളതാണ് സത്യം. എനിക്ക് ആ കാഴ്ചകളോട് അത്ര താല്പര്യം ഇല്ല എന്നുള്ളത് സത്യമാണ്. ജിറാഫിൻ്റെ അരികിൽ എത്തിയപ്പോൾ മകനും എൻ്റെ ഒപ്പം കൂടി. എല്ലാ കാഴ്ചയും അവൻ ആസ്വദിച്ചുള്ള നടപ്പാണ്. നീളം ജീവികൾ പലതും അനങ്ങാതെ പ്രതിമ കണക്കാൻ നിൽക്കുന്നു. കുട്ടി ജിറാഫുകളും ഉണ്ട് ഒപ്പം. അവയുടെ നീളവും അവയുടെ ഭംഗിയും അവയുടെ നിറവുമെല്ലാം ക്യാമറയിൽ ആസ്വദിച്ചാണ് പകർത്തിയത്. അവയിൽ നിന്ന് മടങ്ങുകയാണ്. അവധി സമയങ്ങളിൽ കാഴ്ചകളിലേക്ക് എത്തുവാൻ സാധിക്കാത്തവർക്കായി ഈ കാഴ്ചകൾ സമർപ്പിക്കട്ടെ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി അറിയിക്കുക. കാഴ്ചകൾ ഇഷ്ടപ്പെട്ടുവെങ്കിൽ അത് വീണ്ടും നിങ്ങളിലേക്ക് എത്തുവാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. പുതിയ കാഴ്ചകളുമായി വീണ്ടും കാണാം. നന്ദിയോടെ, സ്നേഹത്തോടെ, ജൂബി കരിക്കാടൻ MTI.